ഓരോരുത്തരും അവനവന്റെ കൂട്ടുകാരിൽ നിന്ന് നടന്നകലുന്ന ദിവസമാണ്. അവൻ എന്റെ കൂട്ടുകാരനല്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ എന്ന് പറയുന്ന ദിവസമാണത്. അന്ന് അല്ലാഹു വിളിച്ചു പറയൽ അല്ലാഹുവിന്റെ ഒരു വചനം കേൾക്കാൻ കഴിയും. അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലാഹു തആല അവരോട് പറയും, ഓരോരുത്തരും എന്തൊക്കെയായിരുന്നോ ആരാധിച്ചിരുന്നത് ആ ആരാധ്യ വസ്തുക്കളുടെ കൂടെ പോകട്ടെ. ജൂതന്മാർ ഉസൈർ ഇബ്നുല്ലാഹ് എന്ന് പറഞ്ഞവരാണ് ജൂതന്മാർ. ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പുത്രനാണെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു. കുറെ ക്രിസ്ത്യാനികൾ ഈസാ നബിയുടെ കൂടെ പോയി നിന്നു. ബിംബാരാധന ചെയ്തിരുന്ന ആളുകൾ, ബഹുദൈവ ആരാധന ചെയ്യുന്നവർ ആരാധ്യ വസ്തുക്കളുടെ കൂടെ പോയി നിൽക്കുന്നുണ്ട്. മുസ്ലിമീങ്ങൾ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. ദാഹിച്ചവശരായി തൊണ്ട വറ്റി നിൽക്കുന്ന മഹ്ശറായുടെ രംഗത്ത് അല്ലാഹുവേ നിന്റെ അർശിന്റെ തണല് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നരകം അല്ലാഹു കൊണ്ടുവരും ശറാബ്, മരീചിക പോലെ, മിറാഷ് പോലെ, കണ്ടാൽ വെള്ളമാണെന്ന് തോന്നുന്ന പോലെ ദാഹിച്ചു നിൽക്കുമ്പോ ബഹുദൈവ ആരാധന ചെയ്തവരോട്, ജൂതന്മാരോട് അല്ലാഹുവിന്റെ ചോദ്യം, നിങ്ങൾ ആരെയാ ഇബാദത്ത് ചെയ്തത്? തങ്ങളെ ഉസൈർ ഇബ്നുല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു ഞങ്ങള്. നിങ്ങൾക്ക് എന്ത് വേണം? വെള്ളം വേണം. അല്ലാഹുവേ ദാഹമുണ്ട്, വെള്ളം വേണം. ഇതാ നിങ്ങൾക്ക് വെള്ളം, പോയി കുടിച്ചോളൂ. അവർ ഓടിച്ചെന്ന് വീഴുന്നത് നരകത്തിലേക്ക്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന് പുത്രനുണ്ട് എന്ന് പറഞ്ഞവരെ, അല്ലാഹു ഒന്നിലേറെയുണ്ട് എന്ന് ആരോപണം ഉന്നയിച്ചവരോടും അല്ലാഹു ഇത് തന്നെ പറയുകയും, ബഹുദൈവ ആരാധന ചെയ്തവർ അവരുടെ ബിംബങ്ങളെ വെച്ച് ചോദിച്ച് എന്തു വേണം? വെള്ളം വേണം റബ്ബേ, ദാഹത്തിലാണ്. വെള്ളം ഇതാ ഇവിടെ. ആ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് സറാബ്, അന്നാറു ഫഹിയ സറാബ്. അന്ന് നരകം മരീചിക പോലെ തോന്നും. നല്ല വെയിലുള്ള നേരത്ത് വെള്ളം തളം കെട്ടി നിൽക്കുന്നത് മരുഭൂമിയിൽ തോന്നുന്ന പോലെ നരകത്തിലേക്ക്. പിന്നെ അല്ലാഹു ചോദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അല്ലാഹു ചോദിക്കുന്നു, അലാ തറൗന മാ അൻതും ഫീഹ്, നിങ്ങൾ എന്തിനായി നിൽക്കുന്നത്? അല്ലാഹുവിന്റെ ചോദ്യം വരുന്നു. നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത്? എന്താണ് നിങ്ങൾക്കിപ്പോ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അല്ലാഹുവേ ഞങ്ങൾ ഒരാൾ വിളിച്ചു പറയുന്നത് കേട്ടു, ലിയൽഹഖ് കുല്ലു ഖൗമിൻ ബിമാ കാനൂ യഅ്ബുദൂൻ, ഓരോരുത്തരും എന്തൊക്കെയാണോ ആരാധിച്ചിരുന്നത് അതിന്റെ കൂടെ പോവട്ടെയോ എന്ന് വിളിച്ചു പറയുന്നത് ഞങ്ങൾ കേട്ടു. ഞങ്ങൾ അല്ലാഹുവെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ആരാധിച്ചത് അല്ലാഹുവിനാണല്ലോ. ആ ഒരു വാക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വഫാത്ത് നടന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅബുദു അല്ലാഹ ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത്. മുഹമ്മദ് നബിയെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ അവരറിയട്ടെ, നബി തങ്ങൾ വഫാത്തായിരിക്കുന്നു. അല്ലാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ അവരറിയട്ടെ, അല്ലാഹു മരിക്കാത്തവനാണ്, അല്ലാഹു ഇറ്റേണലാണ്, അല്ലാഹു എവർലാസ്റ്റിംഗ്, എന്നെന്നും നിലനിൽക്കുന്നവനാണ്. അല്ലാഹുവിനുള്ള ഇബാദത്ത് തുടരാം. അല്ലാഹു തആലയോട് മുഅ്മിനീങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ കാത്തിരിക്കുന്നത് അല്ലാഹുവേ നിന്നെയാണ്. എന്താണ് ആ കാത്തിരിപ്പ്? അല്ലാഹു ആരൊക്കെയാണോ നിങ്ങൾ ആരാധിച്ചത് അവിടെ കൂടെ പോ. ഞങ്ങൾ അല്ലാഹുവേ നിന്നെയാണ് ആരാധിച്ചത്, ഞങ്ങൾ നിന്നെ കാത്തിരിപ്പാണെന്ന് മുഅ്മിനീങ്ങൾ പറയുമ്പോ ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് ചേർക്കണേ അല്ലാഹ്. കണ്ണു ചിമ്മിയാൽ മരണം ആസന്നമായാൽ തുടങ്ങുന്ന ലോകമല്ലേ അത്? കണ്ണു ചിമ്മിയാൽ തുടങ്ങുന്ന ഖബർ കൊണ്ട് ആരംഭിക്കുന്ന ലോകമാണത്. അല്ലാഹു വരുന്നുണ്ട്, ഹത്താ യഅതിയഹുമുല്ലാഹു ജല്ല ജലാലുഹു. അല്ലാഹു വരുന്നുണ്ട്, ഫീ സൂറത്തിഹില്ലതി യഅരിഫൂൻ, അവർക്ക് മനസ്സിലാവുന്ന ഒരു രൂപത്തിൽ അല്ലാഹു അവരിലേക്ക് പ്രത്യക്ഷപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ദിവ്യമായ ആ രൂപമെന്ന് കാണുമ്പോൾ ആദ്യം ചെയ്യുന്നത് സുജൂദിൽ
സുജൂദിൽ വീഴുകയാണ്. മുഅ്മിനീങ്ങൾ സുജൂദിൽ വീഴുകയായി. അല്ലാഹുവേ, ആ ഒരു സജദക്കുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ തരണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ തലമുറകളിൽ നീ കൊടുക്ക് റബ്ബേ. ഞങ്ങളുടെ മുൻകഴിഞ്ഞു പോയ തലമുറകൾക്ക് കൊടുക്ക് റബ്ബേ. ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് കൊടുക്ക് റഹ്മാനേ. ദീനിനെ സ്നേഹിച്ചവർക്ക് കൊടുക്കണേ അല്ലാഹ്. ആ സുജൂദ് മുഅ്മിനീങ്ങളൊക്കെ ചെയ്യുമ്പോ ദുനിയാവിൽ സുജൂദ് ചെയ്യാതെ നടന്നവരുണ്ട്, പള്ളിയുടെ മുമ്പിലൂടെ നടന്നവരുണ്ട്. അവർ പള്ളിയുടെ മുറ്റത്തേക്ക് ചെന്നത് ഒന്നുകിൽ ബാത്റൂമിൽ പോവാൻ, പള്ളി കയറിയിട്ടില്ല, സ്കരിച്ചിട്ടില്ല, ബാത്റൂം ഓർമ്മ വരും പള്ളിയുടെ മുമ്പ് കൂടെ പോകുമ്പോൾ അവർക്ക്. അല്ലാഹുവിനെ എല്ലാം ഓർമ്മ വന്നത്. ഒരു കാര്യം കൂടെ ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ. അത് ഹദീസിന്റെ ഈ ചർച്ചയുടെ ഭാഗമല്ല, അത് ഒന്ന് അവസാനിപ്പിക്കാനുണ്ട്. എന്നാലും ഒന്ന് പറയട്ടെ, ഞാൻ മറന്നു പോകുന്നു വിചാരിച്ചിട്ട്. ദയവ് ചെയ്ത് പള്ളി കമ്മിറ്റിക്കാരും ഭാരവാഹികളും മദ്രസയുടെ ഭാരവാഹികളൊക്കെ സദസ്സിലുണ്ടെങ്കിൽ ഒരപേക്ഷയുണ്ട്. ഇനിയെങ്കിലും നമ്മുടെ പള്ളിയുടെ മുമ്പിൽ മൂത്രം മണക്കുന്ന ഏർപ്പാട് ഉണ്ടാവരുത്. പള്ളി ഏറ്റവും നല്ല ശുദ്ധമാവേണ്ട സ്ഥലമാണ് അല്ലേ? നല്ല മണിനാദം കേൾക്കുമ്പോൾ ആരോ ഒരു തമാശ പറഞ്ഞതാ, കാര്യം പറഞ്ഞതാന്ന് എനിക്കറിയില്ല. നല്ല പാട്ടും സംഗീതവും കേൾക്കുമ്പോൾ ഉറപ്പിച്ചോ അവിടെ ഒരു ക്രിസ്തീയ ദേവാലയം ഉണ്ടാവും. പിന്നെ പറഞ്ഞു നല്ല ചെമ്പപ്പൂവിന്റെ ഒക്കെ ഗന്ധം വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അവിടെ ഒരു അമ്പലം ഉണ്ടാവും തൊട്ടടുത്ത്. പിന്നെ പറഞ്ഞു നല്ല മൂത്രമണം വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ മുസ്ലിമീങ്ങളുടെ പള്ളി ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അത് പറഞ്ഞവൻ ആരാണോ എന്താണോ എന്നല്ല, അതിലൊരു നുക്തയുണ്ട്, ഒരു പാഠമുണ്ട്. നമ്മുടെ പള്ളികളിലേക്ക് വരും, പ്രത്യേകിച്ച് നമ്മുടെ റോഡ് സൈഡുകളൊക്കെ ഉള്ള യാത്രക്കാർ ഉപയോഗിക്കുന്നത് നല്ല വൃത്തിയും നല്ല സുഗന്ധം വരുത്താൻ അവിടെ നിങ്ങൾ നല്ല സുഗന്ധം പുകയിപ്പിക്കണം എന്ന് പറഞ്ഞുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊക്കെ പകരം നമ്മൾ കൊടുക്കുന്ന വാസന, അത് എന്ത് വില കൊടുത്തും അതിനുള്ള സെപ്റ്റിക് ടാങ്കുകൾ ഉണ്ടാക്കിയിട്ടോ വൃത്തിയാക്കേണ്ടവരെ വിളിപ്പിച്ച് അവർക്ക് ശമ്പളം പുറത്തുനിന്ന് തമിഴന്മാരെ വിളിച്ചോളൂ, ബംഗാളികളെ വിളിച്ചോളൂ, നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നല്ല ശമ്പളം കൊടുത്തിട്ട് നല്ല വൃത്തിയാക്കിപ്പിക്കുക. ദയവ് ചെയ്ത് നമ്മുടെ പള്ളികൾ ദുർഗന്ധമുള്ള ഇടങ്ങളാണെന്ന് ആരും പറഞ്ഞു വരരുത്. അതിനവസരം നമ്മൾ കൊടുക്കരുത്. മതാഹിറാൻ, ശുദ്ധി വരുത്തി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നല്ല സുഗന്ധത്തോടുകൂടെ കടന്നു ചെല്ലേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ പള്ളികൾ എപ്പോഴും നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ബാത്റൂമുകളൊക്കെ ഉപയോഗിച്ച് പോകുന്ന ആളുകൾ അത് ശുദ്ധിയാക്കി പോവുക. അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? അറിയാത്തവർ കാണും. എപ്പോഴും ശുദ്ധമാവട്ടെ. അതിനെ ഖിദ്മത്ത് ചെയ്യുന്നത് കൂലിയാണ്. അവർക്കൊക്കെ അർശിന്റെ തണൽ വരെ കിട്ടാൻ ഭാഗ്യം ഉണ്ടായിരിക്കും. അത്തരം വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നല്ല കാര്യങ്ങൾക്ക് നമുക്ക് തൗഫീക്ക് തരട്ടെ. പള്ളിയിലേക്ക് ദുനിയാവിൽ കയറി ചെല്ലാതിരുന്ന ആളുകൾ, പള്ളിയിലേക്ക് ചെല്ലാതിരുന്ന ആളുകൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സുജൂദ് പോലും അള്ളാഹുവിന് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ആളുകൾ സുജൂദ് ചെയ്യാൻ കുമ്പിടുമ്പോഴേക്കും അവരുടെ നട്ടെല്ല് വളയാതെ ഒരു പലക പോലെ നിവർന്നു നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വിശുദ്ധ ഖുർആൻ ഒരു ആയത്തിലൂടെ പറയുന്നത്. യൗമ യുക്ശഫു അൻ സാഖ്. അല്ലാഹുവിനെ അല്ലാഹു കാണിച്ചു തരും. അല്ലാഹു നമുക്ക് കാണിച്ചു തരട്ടെ. അവന്റെ ഹബീബിനെയും അല്ലാഹു നമുക്ക് കാണിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യൗമ യുക്ശഫു അൻ സാഖ്. അല്ലാഹു ആരാണെന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവനാണ് അല്ലാഹു. എന്നാൽ അവനാണ് ഈ പ്രപഞ്ചം പടച്ചത്, സൃഷ്ടിച്ചത്, പരിപാലിക്കുന്നത്, സംഭരിക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന മുഅ്മിനായ മനുഷ്യന് അവനെയൊന്ന് കാണാൻ കൊതി വരുമല്ലോ. ദുനിയാവിലത് സാധ്യമായിട്ടില്ല. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകളെ കൊണ്ട് കീഴ്പ്പെടുത്താൻ നമുക്ക് അല്ലാഹുവിനെ കഴിയില്ലല്ലോ. കണ്ണുകൊണ്ട് അല്ലാഹു നോക്കിക്കാണാൻ റബ്ബിനെ കാണാൻ കഴിയില്ലല്ലോ. മൂസ നബിയോട് പറഞ്ഞത് ലൻ തറാനി, എന്നെ ഇവിടെ വെച്ച് കാണാൻ കഴിയില്ല മൂസ നബിയെ. ആ ലൻ എന്ന തഅബീദ്, ആ നബി തഅബീദ് ചെയ്തത് ഈ ലോകത്ത് കാണാൻ കഴിയില്ലെന്ന് പരലോകത്ത് കാണാൻ കഴിയും. മൂസ നബി അലൈഹിസ്സലാമിനെ സാധ്യമാക്കി കൊടുക്കാത്തത് സാധുക്കളായ പാപികളായ നമുക്ക് അല്ലാഹു തരുമോ? അല്ലാഹുവിനെ നാളെ അവൻ കാണിച്ചു തരും. യൗമ യുക്ശഫു അൻ സാഖ്. മറനീക്കി അല്ലാഹു അവനെ തന്നെ കാണിച്ചു തരുമ്പോൾ വയുദഊന ഇല സുജൂദ്, സുജൂദ് ചെയ്യാൻ അവർ വിളിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഫലാ യസ്തതിഊൻ, ഇക്കൂട്ടർക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല എന്ന്
അല്ലാഹു തന്നെ പറയട്ടെ, എനിക്ക് വേണ്ടി ഇവിടെ സുജൂദ് ചെയ്യാത്തവർക്ക് നാളെ എന്നെ കാണുമ്പോഴുള്ള ഒരു സന്തോഷത്തിന്റെ സുജൂദ് അവർക്ക് സാധ്യമല്ല. പേടിച്ചവർ നിൽക്കുന്നു, അപമാനം മുഖത്തുണ്ട്, ശരീരത്തിലുണ്ട്, ഭാവപ്രകടനങ്ങളിലുണ്ട്, നാണക്കേട് തോന്നുന്നുണ്ട്. എനിക്ക് അല്ലാഹു ആരോഗ്യം തന്ന് 5 നേരമല്ലേ അല്ലാഹു നിസ്കരിക്കാൻ പറഞ്ഞത്, എനിക്കത് സാധ്യമായില്ലല്ലോ. وقد كانوا يدعون إلى السجود وهم سالمون. ആരോഗ്യത്തിനൊരു കുഴപ്പവുമില്ലാതെ സുജൂദ് ചെയ്യാൻ അവർ വിളിക്കപ്പെട്ടിരുന്നു. എപ്പോ? ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്. 2 തവണയാണ് വിളിച്ചത്, നിസ്കരിക്കാൻ വരണേ, നിസ്കരിക്കാൻ വരണേ. ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. 2 തവണ നിസ്കാരത്തിലേക്ക് വരണേ, വിജയത്തിലേക്ക് വരണേ എന്ന് വിളിച്ചപ്പോൾ കേൾക്കാതെ പോയവരല്ലേ. അതുകൊണ്ട് ഇവർക്കത് സാധ്യമല്ല എന്ന് അല്ലാഹുവിന്റെ തിരുമുമ്പിലുള്ള റബ്ബിനെ കാണുമ്പോഴുള്ള സുജൂദ് അവർക്ക് സാധ്യമല്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹുവിന് സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. ഇവിടെയും നാളെ പരലോകത്തും അല്ലാഹു തരട്ടെ. ആമീൻ.